സ്വാമി വിവേകാനന്ദന്റെ അന്ത്യദിനത്തിലെ സംഭവങ്ങൾ ദി മങ്ക് ആസ് മാൻ എന്ന തൻ്റെ കൃതിയിൽ ശങ്കർ വിവരിച്ചിട്ടുണ്ട്. അതിരാവിലെ സ്വാമിജി അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് പ്രാർത്ഥനയ്ക്കായി പൂജാമുറിയിലേക്ക്. അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാതൽ കഴിക്കുന്ന വേളയിൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. പല തമാശകളും പറഞ്ഞു. പതിവ് പോലെ ചായ, കാപ്പി, പാൽ എന്നിവ കഴിച്ചു. മഠത്തിൽ ആ വർഷത്തെ ഹിൽസ മത്സ്യത്തെ ഒരാൾ കൊണ്ടുവന്നിരുന്നു. കിഴക്കൻ ബംഗാളിൽ ഹിൽസ മത്സ്യത്തെ പൂജിക്കുന്ന പതിവുണ്ട്. ഹിൽസയെ ആചാരപൂർവം പൂജിക്കാൻ സ്വാമി തൻ്റെ ശിഷ്യനോട് പറഞ്ഞു. സ്വാമി പ്രേമാനന്ദുമായി സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്തു. വർത്തമാനത്തിനിടെ സ്വാമിജി അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാണ് എന്നെ അനുകരിക്കുന്നത്? ശ്രീരാമകൃഷ്ണൻ അത് നിരോധിച്ചിട്ടുണ്ടല്ലോ. രാവിലെ 8:30 സ്വാമി പ്രേമാനന്ദിനോട് വീണ്ടും പറഞ്ഞു, വാതിലുകൾ അടയ്ക്കൂ, പൂജാമുറി സജ്ജീകരിക്കൂ. ധ്യാനത്തിനായി അദ്ദേഹം തനിയെ പൂജാമുറിയിൽ പ്രവേശിച്ചു. 11 മണിക്ക് ധ്യാനം അവസാനിച്ചു. അദ്ദേഹം കാളിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ബംഗാളി ഗീതം മധുരമായി ആലപിച്ചു. 11:30 ഉച്ചഭക്ഷണം കഴിച്ചു. ഹിൽസ കറിയും ചോറും ഉപ്പേരികളും അമ്പലും ആസ്വദിച്ചു കഴിച്ചു. ബേലൂർ മഠത്തിലുള്ള എല്ലാവരുടെയും കൂടെയായിരുന്നു ഭക്ഷണം. ഏകദേശം 12:30 ആയപ്പോൾ സ്വാമി 10-20 മിനിറ്റ് വിശ്രമിച്ചു. പിന്നീട് ഉച്ച മുതൽ വൈകുന്നേരം വരെ ബ്രഹ്മചാരികളെയും ശിഷ്യന്മാരെയും സംസ്കൃത വ്യാകരണം പഠിപ്പിച്ചു. അതിനുശേഷം സ്വാമി ക്ഷീണിതനായി കാണപ്പെട്ടു. വൈകുന്നേരം 4 മണിക്ക് ഒരു കോപ്പ ചൂടുപാൽ കഴിച്ചു. ശേഷം പ്രേമാനന്ദനോടൊപ്പം ബേലൂർ ബസാറിലേക്ക് നടക്കാൻ പോയി. അവർ ഏകദേശം 2 മൈൽ നടന്നു. 5 മണിയായപ്പോൾ മഠത്തിലേക്ക് തിരികെ വന്നു. കുറേ ദിവസങ്ങളായി ഇത്രയും സുഖം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മാവിൻ ചുവട്ടിലിരുന്ന് സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു. വൈകുന്നേരം 6:30 മണിയായി കാണും. മഠത്തിലെ ഏതാനും സന്യാസിമാർ ചായ കുടിച്ചുകൊണ്ടിരുന്നു. തനിക്കും ഒരു കപ്പ് ആവാമെന്ന് സ്വാമിജി പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, എല്ലാം പതിവ് പോലെ. 7 മണിക്ക് സന്ധ്യാപൂജയ്ക്ക് മണിയടിച്ചു. തുടർന്ന് സ്വാമിജി പൂജാമുറിയിലേക്ക് പോയി. ബ്രഹ്മചാരി ബ്രജേന്ദ്രയോട് സ്വാമിജി അദ്ദേഹത്തിൻ്റെ ജപമാല ആവശ്യപ്പെടുകയും അദ്ദേഹത്തോട് മുറിക്ക് പുറത്തുപോയി ധ്യാനിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഗംഗയുടെ മറുകരയിലുള്ള ദക്ഷിണേശ്വരനെ അഭിമുഖീകരിച്ച് സ്വാമിജി ധ്യാനലീലനായി. 7:45 തനിക്ക് ചൂടെടുക്കുന്നു, ജനാലകൾ തുറന്നിടൂ എന്ന് ബ്രജേന്ദ്രയെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം നിലത്ത് വിരിച്ചിട്ട കിടക്കയിൽ കിടന്നു. ജപമാല കയ്യിലുണ്ടായിരുന്നു. എന്നെ വീശേണ്ടതില്ല, ദയവായി എൻ്റെ കാലൊന്ന് തിരുമ്മിത്തരാമോ എന്ന് ചോദിച്ചു. സമയം 9 മണിയായി. സ്വാമിജി മലർന്നു കിടന്നു. പിന്നീട് അദ്ദേഹം പ്രയാസപ്പെട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞു. അല്പനേരം വലതു കൈ വിറച്ചുകൊണ്ടിരുന്നു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. തുടർന്ന് ഒരു കുട്ടിയെപ്പോലെ അദ്ദേഹം തേങ്ങിക്കരയാൻ തുടങ്ങി. സമയം 9:10. സ്വാമി വിവേകാനന്ദൻ ദീർഘമായി ശ്വസിച്ചു. തല അല്പമൊന്നിളകി. പിന്നീട് തലയിണയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. കൃഷ്ണമണി വലുതായി വന്നു. മുഖത്തൊരു ദിവ്യപ്രകാശം പരന്നു. ചുണ്ടിൽ നേർത്ത പുഞ്ചിരി. സ്വാമിജി മയക്കത്തിലാണ്ടു പോയതെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. ഡോക്ടർ മജുംദാർ പരിശോധിക്കുകയും ഹൃദയസ്പന്ദനം നിലച്ചതായി മനസ്സിലാക്കുകയും ചെയ്തു. ഹൃദ്രോഗമാണ് മരണകാരണമെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ 39 വർഷവും 5 മാസവും 24 ദിവസവും ജീവിച്ച സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ 40 വയസ്സുവരെ ജീവിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രവചനം അന്വർത്ഥമാക്കിക്കൊണ്ട്